ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ഞങ്ങൾ ഇതന്ന് വലിയ പെരുന്നാളിന്റെ വീഡിയോ ഇട്ടിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പെരുന്നാളിന്റെ തലേത്തെ ഒരുക്കങ്ങളൊക്കെ ആണ് കേട്ടോ. ഇത് തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതാ മോള് ഇവിടെ മൈലാഞ്ചി ഇടാണ് കേട്ടോ ചീന. മോൾക്ക് ഇതാ നമ്മളെ വീടിന്റെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ മൈലാഞ്ചി ഇടുന്നത്. അത് നന്നായിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പെരുന്നാളിന്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ നോമ്പിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിട്ടോ, അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ മൈലാഞ്ചിമെന്നാണ് കേട്ടോ തുടങ്ങണത്. അപ്പൊ മോൾ അവിടെ മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതവിടെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് വൃത്തിയായി വിരിച്ചിടാണ് കേട്ടോ ചെയ്യണേ. പിന്നെ ഞാനിത് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. മോളവിടെ മൈലാഞ്ചി ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മളിന്ന് പെരുന്നാളിന് ഉണ്ടാക്കണത് കാട ഫ്രൈയും ബീഫ് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കാടയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാണ്ടോ. അതിൽ മസാല കൂട്ടി വെക്കാൻ. ഇത് നമ്മൾ നാളെ രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. മസാലയൊക്കെ കൂട്ടി ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കാണ്ടോ ചെയ്യണത്, ഇതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം. അപ്പോൾ ഇതിൽ മസാലകളൊക്കെ ആണ് കേട്ടോ. അതെ, ഞാനിതാ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരിത്തിരി മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. കളർ, നമ്മുടെ ഫുഡ് കളർ ഇടാൻ വേണ്ടിയിട്ടാണ്. അത് ഇത്തിരി മഞ്ഞൾപ്പൊടി മതി. പിന്നെ നമുക്കിത് അതിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഗരം മസാല കേട്ടോ. അതിൽ 2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്, ഒരു വലിയ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കോൺഫ്ലവർ പൗഡർ ആണ് കേട്ടോ അതിൻ്റെ മസാലയൊക്കെ പിടിക്കാനുള്ളത്. പിന്നെ അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണിത്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാരങ്ങാ നീരാണ് കേട്ടോ, ഒരു വലിയ നാരങ്ങയുടെ നീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. നന്നായി മിക്സ് ചെയ്തതിനു ശേഷമാണ് കാട ഇട്ട് മിക്സ് ചെയ്യണത്. അപ്പൊ കാടൊക്കെ നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ചെയ്യണേ. ചെറിയ കാടകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ കാട ഫ്രൈയും ബീഫ് മന്തി കേട്ടോ ഉണ്ടാക്കണത്. അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ കഴിയാനായിട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ രാവിലെയാണ് കേട്ടോ ഇത് എടുക്കുള്ളൂ. നമ്മൾ രാത്രിയിൽ തന്നെ കുറെ പണികളൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് പെരുന്നാളിനൊക്കെ ആകുമ്പോൾ രാവിലെ കുറച്ച് പണികളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ബീഫൊക്കെ മുറിക്കാണ്ട്. ഇതാ മോള് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മോളെ മൈലാഞ്ചൊക്കെ ഇതാ കാണിക്കുന്നുണ്ട്. മോള് 2 കൈയിലും മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്ത് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. മോള് മൈലാഞ്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ബീഫൊക്കെ മുറിച്ച് വെക്കുക കേട്ടോ ചെയ്യണത്. ബീഫ് മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പണികളൊന്നും രാവിലെ ഉണ്ടാവില്ലല്ലോ. ബീഫ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടോ ഞാൻ മുറിച്ചെടുക്കണത്. അപ്പൊ ഹസ്ബൻഡ് വന്നിട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ വേറെ. അപ്പൊ ഇനി ഞാൻ മുറിച്ചോളാ പറഞ്ഞിട്ട് ഹസ്ബൻഡ് വന്നതാണ് കേട്ടോ മുറിക്കാന്. ഇപ്പൊ തന്നെ സമയം കുറെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഫ്രിഡ്ജിക്ക് മാറ്റിയിട്ട് ഇനി ഞങ്ങൾ ഉറങ്ങുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി രാവിലെയാണ് കേട്ടോ ഇത് എടുക്കുള്ളൂ. അപ്പൊ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടായിട്ടോ. അവരിതാ സൈക്കിളുമൊക്കെ പോവുകയാണ് കേട്ടോ ഒരു വീട്ടില്. അപ്പൊ ഞങ്ങളിതാ ഉറങ്ങി എണീറ്റിട്ടോ. ഇപ്പൊ സമയം 4 മണിയാണ് കേട്ടോ രാവിലെ.
അപ്പം ഞാനത് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ രാത്രി ഫ്രിഡ്ജിൽ വെച്ച സാധനമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഈ ബീഫൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. ബീഫ് നന്നായി കഴുകി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. അപ്പം നമ്മൾ ആദ്യം ബീഫാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മന്തിയിലേക്കുള്ള ബീഫ് ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കണേ. ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമ്മളിത് സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒലീവ് ഓയിലിൽ. നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിലേക്കുള്ള പട്ട ഇടുന്നുണ്ട്, ഏലക്ക ഇടുന്നുണ്ട്, കുരുമുളക്, ഗ്രാമ്പൂ, വലിയ ജീരകമുണ്ട്, ചെറിയ ജീരകമുണ്ട്, പിന്നെ നമ്മൾ മാഗി 2 ഇട്ടിട്ടുണ്ട്, ഒരു നാരങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചോറിലിടാനുള്ളതാണ്. പച്ചമല്ലിയാണ് കേട്ടോ ഇട്ടത്. നമുക്കിതിൽ കുറച്ച് സവോളയുടെ ആവശ്യമുണ്ട് കേട്ടോ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. രണ്ട് മാഗി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഒരു മാഗി നമുക്ക് ചോറിലാണ് കേട്ടോ ഇടേണ്ടത്. ഇതിൽ ഞാൻ ഒരു സ്പൂണ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് നമ്മളെ മന്തി മസാലയാണ്. അപ്പോൾ ഇതാ നമ്മൾ മസാലകളൊക്കെ കൂട്ടി ഞാൻ ഇതിൽ ബീഫ് ഇടാൻ പോവാം കേട്ടോ ചെയ്യണേ. ഇത് നമ്മളൊരു 1.5 കിലോൻ്റെ അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിതിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ. ഈ വെള്ളത്തിൽ തന്നെയാണ് ഞാനിത് വേവിക്കുന്നത്. നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ, മാഗിക്ക് അനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ഇനി നമ്മളിത് അടുപ്പത്താണ് കേട്ടോ ചോറുണ്ടാക്കാൻ പോണത്. അപ്പം അടുപ്പത്ത് ചോറുണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കുടുക്കിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചോറുണ്ടാക്കുന്ന കലുണ്ടല്ലോ, അതുമ്പോൾ കരി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെണ്ണീറൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ ഞാൻ. നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴൊക്കെ ഞാൻ അരിയൊന്ന് വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. ബാസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു അരമണിക്കൂറേ കുതിർത്താൻ വെക്കുന്നുള്ളൂ. നമ്മൾ വെള്ളമൊക്കെ ഏകദേശം തിളച്ചിട്ടുണ്ട് കേട്ടോ. അരി കുറച്ച് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ. നമ്മൾ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണിത്. ഒരു ഇത്തിരി സുറുക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റൊക്കെ ആവും ചോറിന്. അപ്പോൾ നമ്മൾ ഇതിലുള്ള മസാലകളൊക്കെ നമ്മൾ പിന്നെ ഇതിലുണ്ട് കേട്ടോ. ഒരിത്തിരി ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, നാരങ്ങ, മല്ലിച്ചപ്പ്, പുതിന, ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് നമ്മൾ ചോറ് വെന്ത് ഊറ്റിയെടുക്കാം കേട്ടോ ചെയ്യുക. ഇപ്പം ചോറിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് നോക്കണ്ടല്ലോ. ഇപ്പം ചോറൊക്കെ റെഡി ആയിട്ടോ. ചോറ് നമുക്ക് കുറച്ച് പായസത്തേക്ക് തേങ്ങ ചിരവിടുക്കുക കേട്ടോ ചീനെ. ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചോറ് ഹസ്ബൻഡ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ ചിരവ് കേട്ടോ ചീനെ. പായസത്തിലേക്കുള്ള തേങ്ങയാണ് കേട്ടോ. നമ്മളിവിടെ പരിപ്പ് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ചോറിനൊന്ന് ഊറ്റിയെടുക്കണം.
ചോറൊക്കെ ഊറ്റിയെടുക്കാട്ടോ ചെയ്യണേ. നമ്മൾ ചൂടോടെ തന്നെ ദമ്മിടണം കേട്ടോ. ചോറ് ഹാഫ് വേവായിട്ടുള്ളൂ. ഇനി ഞാൻ ദമ്മിടാനാണ് കേട്ടോ അതിൽ പോണത്. ഇപ്പൊ ചോറ് ഊറ്റിയെടുത്ത് കഴിയാനായിട്ടോ. ഇനി നമ്മളിതാ കുറച്ച് ഈ പാത്രത്തിൽ ഈ ചെമ്പിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ. ഇനി നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കണം. അത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇത്. ബീഫൊക്കെ നന്നായി മസാലയോട് കൂടി തന്നെ ഈ ഇതിലിടുന്നുണ്ട് കേട്ടോ. നമ്മൾ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബീഫിൽ. മസാലയോട് കൂടി കേട്ടോ, എന്നാലും നമ്മൾ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചോറ് ഞാൻ ദമ്മിടാൻ പോവാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ഫുഡ് കളർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചോറിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇത്. റെഡും യെല്ലോയും. ഇതൊരു 4 പച്ചമുളക് കുത്തിട്ട് ഇതിൽ നമ്മൾ ചാർക്കോളൊന്നും കത്തിക്കില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുത്തെ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ മന്തി ഉണ്ടാക്കണേ. ഇനി നമ്മൾ ഇവിടെ നന്നായി ഇതിൻ്റെ മുകളിൽ തീയൊക്കെ കോരിട്ട് ദമ്മിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെക്കും കേട്ടോ. നമ്മൾ ചോറ് നല്ല ഉഷാറായി കിട്ടും കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്ക്. ഞാൻ കുറേ പാത്രങ്ങളും ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോൾ കിട്ടുന്നത് മുഴുവനും എടുത്ത് വലിച്ചിടും കേട്ടോ ഞാൻ. പിന്നെ അത് ഒരുമിച്ചാണ് കഴുകുക കേട്ടോ ചെയ്യുക. പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപ്പ് ഇതാ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ ചീനെ. നന്നായിട്ട് വറുക്കണം. നമ്മൾ ഇങ്ങനെ പൊട്ടണം കേട്ടോ. കടിച്ചാൽ പൊട്ടണം, എന്നാലേ നമ്മളെ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. കുക്കറിലാണ് കേട്ടോ വേവിക്കണേ. അപ്പം ഞാൻ ഇപ്പുറത്ത് ഈസി കുക്കിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് തിളച്ച് കിട്ടും. നമ്മളെ വിസിലൊക്കെ അടിക്കും. തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പയർ വേവിക്കണത്. തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിസിലടിക്കും. പിന്നെ നമ്മൾ പായസത്തിൻ്റെ പരിപാടിയൊക്കെ പെട്ടെന്നായി കിട്ടും. ഇനി ഞാനിതാ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാൻ പോവാണ് കേട്ടോ. 1-ാം പാലാണ് ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 1-ാം പാൽ നമ്മൾ ഒരു വെള്ളം ഒഴിക്കാതെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നാലേ നമ്മളെ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടാട്ടോ 1-ാം പാൽ എടുക്കണേ. നമ്മൾ 1-ാം പാൽ ഇതാ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അടുത്ത ട്രിപ്പും മിക്സിയിൽ അരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു തുണി, നല്ലൊരു ജോർജറ്റ് തുണി എടുക്കാന്ന് നമുക്ക് പെട്ടെന്ന് പാലുണ്ടാക്കാൻ കഴിയും കേട്ടോ. പെട്ടെന്ന് നന്നായിട്ട് പാല് പിഴിഞ്ഞെടുക്കാൻ കഴിയും. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൽ നമ്മൾ ഇട്ടിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ പെട്ടെന്ന് നന്നായിട്ട് പാല് കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ ശർക്കര ഇതാ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ശർക്കരയ്ക്ക് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കണേ. മോളിൻ്റെ ഇടയ്ക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ. അപ്പം ഞാൻ കുക്കറിലല്ല കേട്ടോ ഇതാക്കണത്. നമ്മൾ സ്റ്റീലിൻ്റെ ഒരു കടായി പാത്രം ഉണ്ട് കേട്ടോ. അതിലേക്കാണ് ഞാൻ പരിപ്പ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലാണ് കേട്ടോ പായസം ഉണ്ടാക്കണേ.
അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിന് ഇളക്കി കൊടുക്കണം. നമ്മൾ തിളച്ച ശർക്കര ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനെ അരിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കണത്. അപ്പോൾ ഞാൻ കൈ എടുക്കാതെ ഇളക്കണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടിയിൽ പിടിക്കും. ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മളിതാ രണ്ടാം പാലാണ് കേട്ടോ ഒഴിക്കണത്. നമുക്ക് പെരുന്നാളായതുകൊണ്ട് നമുക്ക് കുറച്ച് പായസം കൂടുതൽ വേണം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ആളുകളൊക്കെ വരുമല്ലോ. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പൊ ഒന്നാം പാല് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഇനി കൂടുതൽ തിളപ്പിക്കില്ല കേട്ടോ പാല്. കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മള് പായസത്തിന്റെ ടേസ്റ്റ് പോവും. ഒന്നാം പാല് ഒഴിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇറക്കി വെക്കണം പായസം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തിടാം കേട്ടോ ചീനെ. മോളപ്പം പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ. മോള് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കില്ല പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കുളി നിസ്കാരം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ ഹസ്ബൻഡ് വന്നിട്ടോ, മോളൊപ്പച്ച് വന്നിട്ടോ. ഇനി മോളൊപ്പച്ചിൻ്റെ പണികളാണ് കേട്ടോ. ഇനി കാട ഫ്രൈ ചെയ്യലൊക്കെ. എനിക്ക് ഇവിടുത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വീട്ടിലത്തെ പണികളും കുളിക്കാനും നിസ്കരിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ മോളൊപ്പ ഏറ്റെടുത്തിട്ടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ കാട ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാട നമ്മളെപ്പോഴും പറയലുണ്ട് കേട്ടോ, ഇങ്ങനെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടായ എണ്ണ പിടിക്കൂല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊക്കെ. ഞങ്ങൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇരുമ്പ് ചട്ടിയിലാട്ടോ ഉണ്ടാക്കാം. നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ഞാൻ പൊരിക്കലില്ല കേട്ടോ അതൊന്നും ഞങ്ങൾ. അപ്പോൾ കാട ഫ്രൈ ഒരു ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. കാട ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാട ഫ്രൈ ആയിട്ട് കഴിക്കാൻ. അപ്പം നമ്മൾ രണ്ടാം ട്രിപ്പും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് പൊരിക്കാം, നിങ്ങളെ പണിയൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞതാണ് കേട്ടോ ഓളപ്പച്ചി. അങ്ങനെയാണ് കേട്ടോ ഒപ്പച്ചിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മളെ വീട്ടിൽ കുറേ പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇതാ നമ്മൾ കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടോ. ഞാനിതവിടെ മയോണൈസ് ഉണ്ടാക്കാം കേട്ടോ ചീന. മയോണൈസിന് നമ്മളൊരു ഇത്തിരി നാരങ്ങാനീരുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, പാകത്തിന് ഉപ്പ്,
ഒരു മുട്ട, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമുക്ക് എത്രയാണോ ആവശ്യം അത്ര എല്ലാ സാധനങ്ങളും കൂട്ടി എടുത്താൽ മതി കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മയോണൈസ്. ഇതാ മോളൊക്കെ ഉണ്ടിട്ടോ, മോള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാതും പറഞ്ഞു തന്ന് ഇങ്ങനെ നിൽക്കട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ മോള്. അപ്പം നമ്മൾ മയോണൈസൊക്കെ റെഡിയായി. നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാരും ഇങ്ങനെ ഒന്ന് മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടോ. ബീഫ് മന്തി നല്ല ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ മന്തിനെക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ ബീഫ് മന്തി കഴിക്കാൻ. ഇപ്പൊ ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദമ്മിടുന്ന ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെപ്പോഴും മന്തി ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ അടുപ്പിൽ വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഉണ്ടാവുക. അപ്പം നമ്മൾ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഒരുങ്ങി ഡൈനിങ് ടേബിളുമ്മൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മന്തിയും സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, മയോണൈസ് ഉണ്ട്, പിന്നെ നമ്മൾ കാട ഫ്രൈ, പായസം ഒക്കെ ഉഷാറാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇങ്ങനത്തെ ഫുഡൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. ഇങ്ങനെ മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മന്തി ഉണ്ടാക്കി കഴിക്കാൻ. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. സാലഡൊക്കെ മോളുപ്പച്ചിൻ്റെ വകയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. മോൾക്ക് എടുക്കാ പറഞ്ഞിട്ട് ഓളെന്നെ കോരിയിടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാട ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ മോൾക്ക് പെരുന്നാളിന് കളിസാധനമാണ് കേട്ടോ അതോളെ തലയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഞങ്ങൾ കടയിൽ പോകുമ്പോൾ ഇത് വേണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളത് വാങ്ങിട്ടോ അവളെ കളിസാധനം. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ മയിലുകൾ വരും കേട്ടോ. അവര് നമ്മളെ വീടിന്റെ ഉമ്മരത്ത് തന്നെയാണ് കേട്ടോ അത്. നമ്മളെ സിറ്റ് ഔട്ടിൽ തന്നെയാണ് ഇവര് നിൽക്കുന്നത്. അപ്പൊ നന്നായിട്ട് ഓല് പീലൊക്കെ വിടർത്തും. പക്ഷെ നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ കഴിയൂല. അപ്പൊ ഞങ്ങളിതായി ഇവിടുത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടോ ഞാനും മോളും എൻ്റെ വീട്ടിൽ പോവാണ്. ഇന്ന് മോളെ ഉപ്പച്ചൊന്നുമില്ല കേട്ടോ, ഞാനും മോളാണ് പോണത്. ഞങ്ങൾ ബസ്സിനാണ് പോണത്. നമ്മളെ വീടിനാണ് കുറച്ച് നടന്നു കഴിഞ്ഞ് പോയാൽ ബസ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.